നല്ല കളിക്കാരനാണ്. എന്നാൽ പുള്ളിയുടെ ക്യാരക്ടർ അത്രയും നല്ലതാണ്. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. പുള്ളി ഇച്ചിരി യൂണീക്ക് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നി. ഫാൻസ് കൂടുതലല്ലേ. നിന്റെ ഫേവറേറ്റ് ആരാ? എന്റെ ഫേവറേറ്റ് അനുമോളും അനീഷായിട്ടുള്ള ഒരു ലവ് ട്രാക്ക് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അനീഷ് അവന്റെ ഉള്ളിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. അത് അവരവരുടെ ഇഷ്ടമാണ്. ബിഗ് ബോസിൽ ഇപ്പൊ നിങ്ങൾക്ക് കപ്പടിക്കുന്ന തോന്നുന്ന ഒരാളാരാണ്? എന്തുകൊണ്ട് റീസൺ കൂടെ പറയുകയാണെങ്കിൽ ബെറ്റർ. അനീഷ് റീസൺ എന്താ? നല്ല കളിക്കാരനാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അനുമോളെ ഇഷ്ടമാണ്, എന്നാലും അനീഷയാണ്. എനിക്കും തോന്നുന്നു അനീഷ് ആയിരിക്കാനാണ് ചാൻസ്. കാരണം ഞങ്ങൾ നോർമലി ഞാൻ എല്ലാ കാണുന്നു, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അനീഷാണ്. അനീഷായിരിക്കും. എന്നാൽ പുള്ളിയുടെ ക്യാരക്ടർ അത്രയും നല്ലതാണ്. ഒരു സൈലന്റ് പേഴ്സൺ ആണ്. അത്ര നമുക്ക് വേറെ പുള്ളിയെ കുറിച്ച് വേറെ ഒന്നും അറിയത്തില്ലല്ലോ. ഈ വന്നുള്ള ഒരു ഇത് മാത്രമേ അറിയത്തുള്ളൂ. അനീഷ് അല്ലാതെ എല്ലാരും കൂടെ ആക്രമിക്കുന്ന ഒരാളുണ്ടല്ലോ, അനുമോൾ. നമ്മുടെ നാട്ടുകാരിയല്ലേ? അതെ, ആറ്റിങ്ങലാണ് അനുമോളുടെ വീട്. ഒരു പാവപ്പെട്ട കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ അതിലെന്താണ് കാണിക്കണേന്ന് നമുക്ക് സ്ഥിരം കാണാത്ത നമുക്ക് അറിയാനും പറ്റത്തില്ല. പുള്ളിക്കാരിയും കൊള്ളാം. അനീഷ് നല്ല കളിയാണ്. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ ടീം അപ്പ് ആയിട്ടൊന്നും കളിക്കും. ആളുടേതായി കളിക്കും. റീസൺ കൂടെ പറയാമോ? റീസൺ പുള്ളി ഇച്ചിരി യൂണീക്ക് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നി. കുറച്ച് ബാക്കി ആരെ ഡിപ്പെൻഡ് ചെയ്ത സ്വന്തമായിട്ടൊരു ഗെയിം തന്നെ ഫസ്റ്റ് മുതലേ കളിക്കുന്നുണ്ടായിരുന്നു. പാഷൻ ആ ഒരു ലെവലിലുള്ള. അപ്പം എനിക്ക് എന്നോട് താല്പര്യമുണ്ട്. അപ്പം എനിക്ക് നെവിൻ വന്നിട്ട് തോന്നുന്നു. എനിക്ക് അക്ബർ അവന്റെ ഗെയിം സ്ട്രാറ്റജി അതിന് ഫാൻസ് കൂടുതലല്ലേ. ഞാനിനി ഓരോ ആൾക്കാരുടെ പേര് പറയാം. അവരുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാം. ഓക്കെ, അനുമോളെ കുറിച്ച് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ഇഷ്ടപ്പെട്ടാലും പുള്ളിക്കാരത്തി കുറച്ച് ഇന്നസെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എളുപ്പം കരയുന്നത് കുറച്ച് ഒരു ഇഷ്ടപ്പെടാത്തല്ല, എളുപ്പം കരയുന്നത് കുറച്ചുകൂടി ബോൾഡായിട്ടാണ്. അനുമോള് എപ്പോഴും കരച്ചിലാണ്. അതാണ് ഇഷ്ടമില്ലാത്തത്. ഇഷ്ടപ്പെട്ട കാര്യം നന്നായി കളിക്കും. അനുമോള് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാ എന്റെ ഫേവറേറ്റ് അല്ല. നെവിൻ നല്ല ഭക്ഷണപ്രിയൻ. പിന്നെ പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ എല്ലാ ഗെയിം ആ ഗെയിമിന്റെ മൈൻഡിൽ എടുക്കും ആള്. നമുക്ക് പേഴ്സണലായിട്ട് എവരെയൊന്നും നമുക്ക് അറിയത്തില്ല. അതിൽ കാണിക്കുന്ന അവര് ഈ മത്സരത്തിന് വേണ്ടി കാണിക്കുന്നതാണോ അല്ലാതെ അവരുടെ പൊതുവേ സ്വഭാവം ഇതാണോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവരെ കുറിച്ചൊന്നും അങ്ങനെ പറയുന്നത് മോശമല്ലേ. പക്ഷെ പുള്ളിയുടെ ഒരു നേച്ചർ ആണെന്ന് തോന്നുന്നു. എല്ലാരും ഓവർ അറ്റാക്ക് ചെയ്യുക നെവിൻ്റെ. അതെ, അപ്പം അല്ലാതെ നമുക്ക് അവരെ ആരെയും കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. നമുക്ക് ഇത്രയും ദിവസം കണ്ടിട്ടുള്ള ഒരു രീതിയല്ലേ ഉള്ളൂ. അവർ പേഴ്സണലി എന്തായിരിക്കും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അവർ പുറത്ത് ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നവരാണെങ്കിൽ എന്നെക്കുറിച്ച് അറിയാതെയാണല്ലോ അവർ ഇത്രയും എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ? ഇതൊന്നും നമ്മുടെ പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കോമഡിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ അനിയത്തിയൊക്കെ അവനെ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന കാണാം. ഭയങ്കര ഇഷ്ടമാണ് നെവിനെ. അത് നല്ല ഗെയിം കളിക്കും. ആദില നൂറ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അവരുടെ ഗെയിം കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ്. അവരാണെങ്കിൽ ബാക്കി സൊസൈറ്റി അവരെ കുറിച്ച് എന്താ പറയുന്നതെന്ന് കെയർ ചെയ്യുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കുറിച്ചുള്ള. അനീഷിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആവശ്യമില്ലാതെ ചൂട് പിടിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. മെയിനാവാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു ഇതില്ല, അങ്ങനെ ഒരു പ്രശ്നം. ഷാനവാസ് കുഴപ്പമില്ല, പക്ഷേ എന്തോ എവിടെയോ ഒരു ഇതുപോലെ. നിന്റെ ഫേവറേറ്റ് ആരോ? എൻ്റെ ഫേവറേറ്റ് ആദിലനൂറ. കാരണം അവര് ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും കുഴപ്പമില്ല. അത്യാവശ്യം പേഴ്സണലി വെച്ച് നോക്കുമ്പോൾ നല്ല. ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു അനുമോളും അനീഷായിട്ടുള്ള ഒരു മറ്റേ ലവ് ട്രാക്ക് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അതിനൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ എപ്പോഴും അത് കണ്ടോണ്ടിരിക്കുക. എപ്പോഴും എന്താവും എന്നുള്ള ചിന്തിച്ച ഞങ്ങൾ ഇപ്പൊ ഇന്നൊരു 100 മീറ്റർ ആ ഫോൺ എടുത്തിട്ട് അത് തന്നെ എന്തായെന്നുള്ളതാണ്. അഭിപ്രായം പറഞ്ഞാൽ അനീഷ് അവൻ്റെ ഉള്ളിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. അനുമോളത് എടുക്കേണ്ട രീതി എടുത്തോ അറിയില്ല, എങ്ങനെ എടുത്തോ അറിയില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്.
അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവൻ്റെ മനസ്സിലുള്ളത് അവർ തുറന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യണതൊക്കെ അവരുടെ താല്പര്യം. അവരുടെ മനസ്സും അവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും.